ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിതാ പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആത്മാവേ ഓർക്ക നീ ഈ മഹാസ്നേഹത്തെ, ദൈവത്തിൻ പുത്ര നീ സാധുവേ സ്നേഹിച്ചു. ദൈവത്തിൻ പുത്ര നീ സാധുവേ സ്നേഹിച്ചു. അമ്മയുടെ ഉദരം മുതലേ പാപിയായിരുന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ പാപത്തിൻ്റെ മറുവിലയായി തന്നെത്താൻ നൽകിക്കൊണ്ട് ക്രൂശിൽ മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്കായി തന്ന പിതാവായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തതാകയാൽ നാം എല്ലാവരും ക്രിസ്തുവിനുള്ളവരാണ്. നമ്മുടെ ശരീരവും ദൈവത്തിൻ്റെതാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്ത ദൈവത്തോടുള്ള സ്നേഹം സമ്പൂർണ്ണ ആരോഗ്യത്തിന് അനുപേക്ഷണീയം എന്ന ആശയമാണ്. ഈ ചിന്താശകലത്തിന് ആധാരമായ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 6:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതായത് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരം ആണ് എന്നാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വീണ്ടെടുപ്പിനുള്ള വില ദൈവം ക്രിസ്തുവിലൂടെ നൽകിക്കഴിഞ്ഞു. അങ്ങനെ നമ്മളെ വീണ്ടെടുത്തതാണ്. ദൈവത്തിൻ്റെ നിരന്തര കരുതലില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കുകയില്ലായിരുന്നു. നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. തലച്ചോറാണ് മനസ്സിൻ്റെ അവയവവും അതിൻ്റെ ഉപകരണവും. അത് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. ശരീരവ്യൂഹത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ആരോഗ്യത്തോടെ ആയിരിക്കേണ്ടതിന് തലച്ചോറും ആരോഗ്യത്തോടെ ആയിരിക്കേണ്ടതുണ്ട്. തലച്ചോറ് ആരോഗ്യത്തോടെ ആയിരിക്കേണ്ടതിന് രക്തം ശുദ്ധമായിരിക്കണം. തലച്ചോറാണ് മനസ്സിൻ്റെ അവയവവും അതിൻ്റെ ഉപകരണവും. അത് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. ശരീരവ്യൂഹത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ആരോഗ്യത്തോടെ ആയിരിക്കേണ്ടതിന് തലച്ചോറും ആരോഗ്യത്തോടെ ആയിരിക്കേണ്ടതുണ്ട്. തലച്ചോറ് ആരോഗ്യത്തോടെ ആയിരിക്കേണ്ടതിന് രക്തം ശുദ്ധമായിരിക്കണം. ഭക്ഷണപാനീയങ്ങളിലെ ശരിയായ ശീലങ്ങൾ രക്തത്തെ ശുദ്ധമായി സൂക്ഷിക്കുന്നുവെങ്കിൽ തലച്ചോറും വേണ്ട പോലെ പരിപോഷിപ്പിക്കപ്പെടും. നമ്മുടെ ശരീരഭാഗങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവിടെ രോഗം വരുന്നു എന്നർത്ഥം. അതിനാൽ ശരീരത്തിന്റെ എല്ലാ ഭാവങ്ങളും ഏകഭാവത്തോടെ സമഭാവത്തോടെ യോജിച്ച് പ്രവർത്തിക്കണം. ആവശ്യമായ രക്തം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കിട്ടണം. നമ്മുടെ കൈകാലുകൾ പ്രവർത്തനക്ഷമമായിരിക്കണം. ഹൃദയം, കിഡ്നി, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങളുണ്ടോ ആ അവയവങ്ങളെല്ലാം ശരിയായ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അങ്ങനെ നമ്മുടെ ഓരോ ശരീരത്തിന്റെ ഓരോ അവയവ ഭാഗങ്ങൾക്കും വേണ്ടത്ര ശ്രദ്ധ നാം കൊടുക്കണം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകയാൽ നമ്മുടെ ശരീരത്തെ പരിചരിക്കുന്നതും ദൈവമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിൽ നാം ദൈവത്തോട് സഹകരിക്കേണ്ടതുണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നാണ്. അതായത് ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ജീവനും ആരോഗ്യത്തിനും ഒഴിവാക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് വേണം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന് സമർപ്പിക്കാനുള്ളതാകയാൽ നാം നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ സ്നേഹവും പ്രത്യാശയും ആനന്ദവും കൊണ്ട് നിറയുമ്പോൾ നമുക്ക് സമ്പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നു. അമിതമായ അധ്വാനം ആരും ചെയ്യരുത്. കാരണം അമിതമായി തൻ്റെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവൻ ഉത്സാഹവും ആത്മാർത്ഥതയും കൊണ്ട് നിറഞ്ഞ് സ്വയം വളരെ ഭാരിച്ച സമ്മർദ്ദത്തിലാകുന്നു. തുടർന്ന് രോഗികളായിത്തീരുന്നു. തുടർന്ന് വീഴുകയും
ചെയ്യുന്നു. അപ്രകാരം സ്വന്തം ശരീരങ്ങളോട് ചെയ്യുന്നവർ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ മാറി ചിന്തിക്കുക. നമ്മൾ നിത്യരോഗികളായി മാറുവാൻ വേണ്ടിയല്ല ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചത്. സ്വർഗത്തിലെ പിതാവ് പരിശുദ്ധനായി വിശുദ്ധനായി ഇരിക്കുന്നത് പോലെ നമുക്കും വിശുദ്ധരായിരിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ വിളിക്കൊത്തവണ്ണം നമ്മുടെ പ്രവൃത്തികളെയും വാക്കുകളെയും നമ്മുടെ ശരീരങ്ങളെയും പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഇന്നേ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. അതിനായി പിതാവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ സ്തോത്രം. ഈ നല്ല ദിവസത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. അവിടുത്തെ കൃപയിൽ അങ്ങ് ഞങ്ങളുടെ കരങ്ങളെ പിടിച്ച് അങ്ങ് വഴി നടത്തുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. വരാമായിരുന്ന രോഗങ്ങൾ, ആപത്ത്, അനർത്ഥങ്ങൾ എന്നൊക്കെയും വെടിവെച്ച് അടിയങ്ങളെ കാത്തുപരിപാലിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഈ പുലർക്കാലത്തിൽ അടിയങ്ങൾ ഏവരെയും അങ്ങ് തട്ടി ഉണർത്തിയ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. അങ്ങ് വിളിച്ചിട്ടല്ലാതെ അടിയങ്ങൾ ആരും ഉണരുന്നില്ല പച്ച സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗ നല്ല പിതാവേ, അവിടുന്ന് അടിയങ്ങളെ വഴി നടത്തുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. അടിയങ്ങൾ ഇന്ന് ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങേക്ക് യാഗമായി സമർപ്പിക്കുവാൻ തക്കവണ്ണം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ കർത്താവ്യ സ്തോത്രം. ഹല്ലേലൂയ. അത് ദുരുപയോഗം ചെയ്യാതെ അമിതമായി കഠിനാധ്വാനം ചെയ്യിപ്പിക്കാതെ കർത്താവ്യ സ്തോത്രം അങ്ങയുടെ മന്ദിരത്തെ വിശുദ്ധമായി സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ ദിവസം തീരുമാനമെടുക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. ഇന്നീ പ്രഭാത ചിന്ത കേട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ചിന്തയിൽ കർത്താവ്യ അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ കർത്താവ്യ അവർക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ്യ സ്തോത്രം അതിനനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവർക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അങ്ങയുടെ മുഖം നോക്കി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി അവിടുന്ന് വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നേ ദിവസം ഈ പ്രഭാത ചിന്ത കേട്ട എല്ലാവർക്കും കർത്തനാമത്തിൽ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.